ഈ പ്ലാന്റിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? യൂഫോർബിയ എന്ന് പറയും, പെൻസിൽ കാക്ടസ് എന്ന് പറയും, പിന്നെ മിൽക്ക് ബുഷ് അല്ലെങ്കിൽ ഫയർ സ്റ്റിക്ക് പ്ലാന്റ് എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പണ്ട് കേരളത്തിൽ കുറേ എല്ലാ വീട്ടിലും ഒരുവിധം വീട്ടിലെല്ലാം കാണപ്പെടുന്ന ചെടിയായിരുന്നു ഇത്. കാക്ടസിൻ്റെ വിഭാഗത്തിൽ പെടുന്നത് തന്നെ. പിന്നെ ഇതിന് ചെറു അരിമ്പാറ ചെടി, പിന്നെ കല്ലിലത്തളി എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ അധികം എവിടെയും കാണുന്നില്ല, ചില വീടുകളിൽ മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് കേരളത്തിലെ ആൾക്കാർ പിന്നെ അരിമ്പാറ അല്ലേ, അരിമ്പാറ പാർട്സ്, അതെല്ലാം അതിനെല്ലാം മെഡിസിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് പാലുണ്ട്, അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പാല് വരും. ആ പാല് അരിമ്പാറിൻ്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ പോകുന്നു പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ അതെല്ലാം പണ്ട് ചെയ്ത്, ഇപ്പം വാട്സിനൊക്കെ നല്ല എന്താ പറയുക, മോഡേൺ മെഡിസിനിൽ നല്ല മരുന്നുകളെല്ലാം അവൈലബിൾ ആണ്. ഇതൊന്നും പോയിട്ട് ആരും ചെയ്യരുത്. ഇതെല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്നത്, ട്രഡീഷണലായിട്ട് ചെയ്തിരുന്നത്. ഇതൊന്നും ആരും പോയി ചെയ്യാൻ നിൽക്കരുതേ. ഇനിയിപ്പോൾ വീട്ടിൽ ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തിട്ട് എന്നെ അടിക്കാൻ വരരുത്. അപ്പം പിന്നെ നിങ്ങൾക്കെല്ലാം അറിയോ? ഞാനിത് ആദ്യമായിട്ടാണ് സംഭവം കണ്ടത്. ഇതും എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നെ തന്നെയാണ്. മറ്റേത് ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞേരം അവൾ പറഞ്ഞ് വേറൊരു ചെടിയും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതും കൂടി അയച്ചു തന്നതാണ്. അവൾ തന്നെ പറഞ്ഞത് ഈ സംഭവങ്ങളെല്ലാം. പിന്നെ ഞാൻ കുറച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് സംഭവം കിട്ടിയത്. യൂഫോബിയ തിരുക്കളി, പിന്നെ പെൻസിൽ കാക്ടസ്, മിൽക്ക് ബുഷ്, ഫയർ സ്റ്റിക്ക് പ്ലാന്റ് എന്നല്ല ഇതിനറിയപ്പെടുന്നത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നെപ്പോലത്തെ കുറച്ച് പൊട്ടന്മാർക്കായിരിക്കും അറിയാത്തുണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ഇത് നോക്കുക കേട്ടോ. ഞാനാദ്യമായിട്ട് കാണുന്നത്, അതുകൊണ്ട് എനിക്കൊരു അതിശയമായിട്ട് ഞാൻ ഇതും കയറി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കണ്ട, അതിന് പാല് കണ്ട, ഈ പാല് അരിമ്പാറിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കുന്ന പറയുന്നത്. ഇത് കേട്ടിട്ട് ആരും പോയി ചെയ്യല്ലേ, എന്നെ ഒന്നും പറയുകയും ചെയ്യണ്ട. ഇത് ഭയങ്കര എന്താ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ചില സെൻസിറ്റീവ് സ്കിന്നെല്ലാമാണെങ്കിൽ അവർ തന്നെ അവർക്ക് ബ്ലിസ്റ്റേഴ്സ് പോലെ വരാനും, കണ്ണിനെല്ലാമാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആരും ഇത് പോയി ചെയ്യരുത്. ഭയങ്കര പിന്നെ എന്താ പറയുക, ടോക്സിക്കായ പ്ലാന്റും കൂടിയായത്. പണ്ട് യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും എനിക്കറിയാത്ത കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്, എന്നെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് അറിയാത്തുണ്ടല്ലേ, അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.